ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC മാത്തമാറ്റിക്സിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2024 ജൂലൈ മന്ത് നടന്നിട്ടുള്ള NCEയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെർസിൻ പ്രൈം എന്ന് പറയുന്ന ഒരു നമ്പറിനെ കുറിച്ച് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുൻപ് ഈ ഒരു നമ്പറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുൻപായി ആചാര്യ അക്കാഡമിയിലെ HSC മാത്തമാറ്റിക്സിൻ്റെ 10th ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേട്ടറ്റ്, സെറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്നിവയുടെ പുതിയ ബാച്ചുകളും അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. n ഏത് തരത്തിലുള്ള സംഖ്യയാകുമ്പോഴാണ് 2n-1 അഭാജ്യ സംഖ്യയാവുന്നത് അഥവാ പ്രൈം നമ്പർ ആകുന്നത്? ഓക്കെ, n ഏത് വാല്യൂസ് വരുമ്പോഴാണ്, അതായത് ഏത് തരത്തിലുള്ള സംഖ്യ ആകുമ്പോഴാണ് 2n-1 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആകുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ എണ്ണൽ സംഖ്യ, ഭാജ്യ സംഖ്യ, ഒറ്റ സംഖ്യ, അഭാജ്യ സംഖ്യ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈം നമ്പർ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രൈം നമ്പർ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ ഓൺലി 1 ആൻഡ് ദി നമ്പർ ഇറ്റ് സെൽഫ്. അതായത് ഒന്നും ആ സംഖ്യ കൊണ്ടും മാത്രം ഡിവിസിബിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് 1ഉം അതുപോലെ ആ നമ്പറും സെയിം നമ്പറും മാത്രം വരുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൈം നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, 2, 3, 5, 7, 11 എക്സെട്ര ഇങ്ങനെ വരുന്ന നമ്പേഴ്സാണ് എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ്. 100-ന് താഴെ 25 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. ഓക്കെ, സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ 1 എന്ന് പറയുന്നത് എന്താ? 1 എന്ന് പറയുന്ന നമ്പർ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. പ്രൈം അല്ലാത്ത നമ്പേഴ്സിന് ാണ് കോമ്പോസിറ്റ് അഥവാ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ഓക്കെ, ഇപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മറ്റൊരു നമ്പർ പരിചയപ്പെടാം, മെർസിൻ പ്രൈം. ഓക്കെ, അപ്പോൾ മെർസിൻ പ്രൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടേൺ ഇൻ ദി ഫോം ഓഫ് 2n-1. ഓക്കെ, 2n-1 എന്ന ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. 2n-1 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൈം ആയിരിക്കും. എന്നിന് പ്രൈം ആവുമ്പോഴാണ് എന്ത് വരുന്നത്? 2n-1 എന്നുള്ളതും പ്രൈം ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മെർസി നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 2n-1 എന്ന ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? മെർസിൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് n ഒരു പ്രൈം നമ്പർ ആവുമ്പോഴാണ് 2n-1 പ്രൈം ആവുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, ഇവിടെ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ, പ്രൈം നമ്പേഴ്സ് കേട്ടോ. ഇനി ഡിഫറെൻറ്റ് വാല്യൂ 2, 3, 5, 7 ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3 എന്നാണ് കിട്ടുന്നത്. 3 എന്താണ്? പ്രൈം നമ്പർ ആണ്. അതുപോലെ n3 വരുന്ന സമയത്ത്, നെക്സ്റ്റ് പ്രൈം നമ്പർ 3 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 7 ആണ് അല്ലേ. ഇപ്പോൾ 7 എന്താണ്? പ്രൈം നമ്പർ ആണ്. അതുപോലെ 2^5-1 എന്നിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 31 കിട്ടുന്നുണ്ട്. 31 പ്രൈം ആണ്. 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 127 ആണ് വരുന്നത്. പക്ഷേ ഇതിൽ എന്നിൻ്റെ എല്ലാ വാല്യൂസിലും, ഓക്കെ, അതായത് എൻ്റെ എല്ലാ പ്രൈം വാല്യൂസിലും എന്ത് വരണമെന്നില്ല? 2n-1 എന്നുള്ളത് പ്രൈം ആവണമെന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. n11 ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന 2047 എന്ന് പറയുന്നത് എന്തല്ല? ഒരു പ്രൈം അല്ല കേട്ടോ. ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മെർസിൻ പ്രൈം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു നമ്പറിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആൻസർ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ n ഒരു പ്രൈം നമ്പർ ആകുമ്പോഴാണ് 2n-1 എന്നുള്ളത് എന്താകുന്നത്? പ്രൈം ആകുന്നത്. ഓക്കെ, ഇനി നമുക്കഥവാ ഇങ്ങനൊരു സംഖ്യയെക്കുറിച്ച് അറിവൊന്നുമില്ല എങ്കിൽ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്കിതിന് ആൻസർ കണ്ടെത്താവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2n-1 എന്നുള്ളത് എന്തായി? എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2^1 2 ആണ്. 2 - 1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് 1 എന്ന് പറയുന്നത് എന്തല്ല? പ്രൈം വന്നിട്ടില്ല അല്ലേ. 2n-1 ഒരു അഭാജ്യ സംഖ്യ ആവുന്നത്, പ്രൈം ആകുന്നത് എപ്പോഴെന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വന്നില്ല? പ്രൈം വന്നില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? നാച്ചുറൽ, ഈ 1 എന്ന് പറയുന്നത് എന്താ? നമ്മൾ എടുത്തിട്ടുള്ള 1 എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അതുപോലെ ഓഡ് നമ്പറും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഈ എണ്ണൽ സംഖ്യ എന്നുള്ള ഓപ്ഷനും അതുപോലെ ഒറ്റ സംഖ്യ എന്നുള്ള ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എന്നിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2n-1 എന്നുള്ളത് എന്തായി? 2² - 1, ദാറ്റ് ഈസ് 2² 4 ആണ്. 4 - 1 3 എന്ന് കിട്ടി. ഇത് പ്രൈം ആയിട്ടുണ്ട് അല്ലേ.
നെക്സ്റ്റ് എന്നിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2⁻³ - 1 എന്നുള്ളത് എന്തായി? 8 - 1 7 ആയി. ഇതും പ്രൈം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്നിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2⁻n - 1 ദറ്റ് ഈസ് 2⁴ - 1 ആണ്. അത് 15 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ 15 എന്ന് പറയുന്നത് എന്തല്ല? പ്രൈം അല്ല. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് കോമ്പോസിറ്റ്, ഓക്കെ 4 എന്ന് പറയുന്നത് എന്തൊരു കോമ്പോസിറ്റ് നമ്പർ ആണല്ലേ. അപ്പോൾ ഈ കോമ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് പറയാം? അഭാജ്യ സംഖ്യ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതിന് ആൻസർ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്നൊരു പ്രൈം നമ്പർ ആകുന്ന കേസിലാണ് 2⁻n - 1 എന്നുള്ളതും എന്താകുന്നത്? ഒരു പ്രൈം ആകുന്നത്. അപ്പോൾ മെർസിൻ പ്രൈം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്